തിരുപ്പൂർ ജില്ലയിലെ ഉടുമലൈ ആനമല ടൈഗർ റിസർവിന് കീഴിലുള്ള മേൽക്കൂരുമലൈ ആദിവാസി ഗ്രാമത്തിൽ നിന്നുള്ള മാരിമുത്തു എന്ന വ്യക്തിയെ പുലിയുടെ പല്ലുമായി കേരള എക്സൈസ് സംഘം പിടികൂടി. കഞ്ചാവ് പരിശോധനയ്ക്കിടെ പുലിപ്പല്ല് കണ്ടെത്തിയതിനെ തുടർന്ന് ഇയാളെ ചിന്നാർ അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡന് കൈമാറി. തുടർന്ന് കേരള വനം വകുപ്പ് ഉദ്യോഗസ്ഥർ മാരിമുത്തുവിനെ ചോദ്യം ചെയ്ത ശേഷം ജൂലൈ 30-ന് രാത്രി തമിഴ്നാട് ഉടുമലൈ വനം വകുപ്പിന് കൈമാറി. എന്നാൽ ജൂലൈ 31-ന് പുലർച്ചെ മാരിമുത്തു തമിഴ്നാട് വനം വകുപ്പ് ഓഫീസിലെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ചതായി അധികൃതർ അറിയിച്ചു. മരണത്തിൽ ദുരൂഹത ആരോപിച്ച് ബന്ധുക്കൾ വനം വകുപ്പ് ഓഫീസിനു മുന്നിൽ പ്രതിഷേധം ആരംഭിച്ചു. പട്ടികജാതി പട്ടികവർഗ നിരോധന നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യണമെന്നും ഉത്തരവാദികൾക്കെതിരെ കർശന നടപടി വേണമെന്നും ബന്ധുക്കൾ ആവശ്യപ്പെട്ടു. പോലീസ് മൃതദേഹം തിരുപ്പൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി. ഓഗസ്റ്റ് 1-ന് ജസ്റ്റിസ് നിത്യകലയുടെ സാന്നിധ്യത്തിൽ പോസ്റ്റ്മോർട്ടം നടന്നെങ്കിലും പട്ടികജാതി പട്ടികവർഗ നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യാതെ കസ്റ്റഡി മരണമായി മാത്രം കേസ് ഫയൽ ചെയ്തതിനാൽ ബന്ധുക്കൾ മൃതദേഹം വാങ്ങാൻ വിസമ്മതിച്ചു. തിരുപ്പൂർ മോർച്ചറിക്ക് മുന്നിൽ ബന്ധുക്കൾ പ്രതിഷേധം തുടരുകയാണ്. വ്യാഴാഴ്ച വൈകിട്ട് 5 മണിക്ക് ദേവികുളം MLA അഡ്വക്കേറ്റ് A. രാജയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ ആദിവാസി മേഖലയിൽ നിന്നും തമിഴ്നാട്ടിലെ അതിർത്തി ഗ്രാമങ്ങളിൽ നിന്നുമുള്ള 500-ലധികം പേർ ഉടുമലൈ വനം വകുപ്പ് ഓഫീസിന് മുന്നിൽ മൈതാനത്ത് ഒത്തുകൂടി. മാരിമുത്തുവിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം കേസ് CBCIDക്ക് കൈമാറി സത്യസന്ധമായ അന്വേഷണം, ഉത്തരവാദികൾക്കെതിരെ കർശന നടപടി എന്നിവ ആവശ്യപ്പെട്ടു. ഇല്ല എങ്കിൽ സമരം ശക്തമാകുമെന്നും MLA രാജ മുന്നറിയിപ്പ് നൽകി. കസ്റ്റഡി മരണത്തിനെതിരെ തമിഴ്നാട്ടിൽ നടക്കുന്ന സമരത്തിന് കേരളത്തിലെ മറയൂർ കാന്തല്ലൂർ മേഖലയിൽ നിന്നും CPM നേതൃത്വത്തിൽ പിന്തുണ പ്രഖ്യാപിച്ചു. കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PT മോഹൻദാസ്, CPM മറയൂർ ഏരിയ സെക്രട്ടറി V സിജിമോൻ, DYFI മറയൂർ ബ്ലോക്ക് സെക്രട്ടറി കാർത്തിക്, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ S ഇന്ദ്രജിത്ത്, S ചന്ദ്രൻ എന്നിവർ പ്രതിഷേധ പരിപാടിയിൽ സംസാരിച്ചു.